ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. 1918 ജൂലൈ 14 സ്വീഡനിലെ ഉപ്പസള എന്ന സ്ഥലത്ത് ലൂഥറൻ പാസ്റ്ററായിരുന്ന എറിക് ബർഗ്മാന്റെയും കരീം ബർഗ്മാന്റെയും മകനായാണ് ഇംഗ്മാർ ബർഗ്മാൻ ജനിച്ചത്. കർശന മതശാസനകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. എങ്കിലും നന്നേ ചെറുപ്പത്തിൽ തന്നെ ബർഗ്മാൻ കലാപരമായ വാസനകൾ പ്രകടിപ്പിച്ചിരുന്നു. ചെറുബാല്യത്തിൽ തന്നെ പപ്പറ്റ് തിയേറ്റർ അഥവാ കുട്ടികളുടെ കളിപ്പാട്ട നാടകങ്ങൾ വഴി കഥകൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു. ഇത്തരം അനുഭവങ്ങളാണ് ബർഗ്മാൻ എന്ന സംവിധായകനെ പരുവപ്പെടുത്തിയത്. സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിൽ സാഹിത്യവും കലാചരിത്രവും പഠിക്കുന്ന സമയത്ത് തന്നെ ബർഗ്മാൻ നാടകം എന്ന കലാരൂപത്തിൽ ആകർഷണനാവുകയും സർവകലാശാലയുടെ നാടക സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് പല പ്രൊഫഷണൽ നാടകങ്ങളും അദ്ദേഹം എഴുതി സംവിധാനം ചെയ്യുകയുണ്ടായി. അത്തരത്തിലുള്ള നാടക രചനകളാണ് സിനിമാ തിരക്കഥാ രചനയ്ക്ക് അദ്ദേഹത്തിന് വഴി തുറന്നത്. 1940കളിലാണ് ബർഗ്മാൻ സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത്. തിരക്കഥകൾ എഴുതിക്കൊണ്ടാണ് തുടക്കം. അതിൽ ശ്രദ്ധേയമായ ചിത്രമാണ് ടോർമെന്റ്. 1946ലാണ് ബർഗ്മാൻ തന്റെ ആദ്യ സിനിമയായ ക്രൈസിസ് പുറത്തിറക്കുന്നത്. ലൈറ്റ് ഫിഷർ എഴുതിയ ഒരു നാടക കഥയെടുത്ത് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ആ തുടക്കം. സ്വീഡന്റെ ഒരു ശാന്തമായ ഗ്രാമത്തിലാണ് ചിത്രം ആരംഭിക്കുന്നത്. പച്ചപ്പും നിശബ്ദതയും നിറഞ്ഞ ആ ഇടത്ത് നെല്ലി എന്ന ഒരു യുവതി തന്റെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ ലോകം വളരെ ചെറിയതായിരുന്നു. അവളെ സ്നേഹത്തോടെ വളർത്തിയത് ഇംഗെബോർഗ് എന്ന ഒരു സ്ത്രീയായിരുന്നു. ഇംഗെബോർഗയ്ക്ക് നെല്ലി മകളെ പോലെയാണ്. എന്നാൽ ആ സ്നേഹത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഒരു സത്യം നെല്ലി അറിയുന്നില്ല. ഇംഗെബോർഗ് അവളുടെ യഥാർത്ഥ അമ്മയല്ല. ഒരു ദിവസം ആ സത്യം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ജെന്നി എന്ന ആ സ്ത്രീ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എത്തി. അവൾ നെല്ലിയുടെ യഥാർത്ഥ അമ്മയായിരുന്നു. ജെന്നിയുടെ വേഷവും സംസാരവും ആകർഷകവും ആത്മവിശ്വാസം നിറഞ്ഞതുമായിരുന്നു. അങ്ങനെ ജെന്നി നെല്ലിയെ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗ്രാമത്തിന്റെ നിശ്ചലതയിൽ നിന്ന് നെല്ലിക്ക് ഒരു നഗര ജീവിതം, അത് സ്വപ്നം പോലെ അവൾക്ക് തോന്നി. പ്രകാശമുള്ള തെരുവുകൾ, പുതിയ ആളുകൾ, സ്വാതന്ത്ര്യം. നഗരം അവളെ തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്യുകയായിരുന്നു. എന്നാൽ അതിന്റെ പിന്നിലെ ഒരു ഇരുണ്ട വശം അവൾക്ക് കാണാനായില്ല. അവിടെ അവൾ ജാക്ക് എന്ന യുവാവിനെ പരിചയപ്പെടുന്നു. അവന്റെ പുഞ്ചിരി ആകർഷകമായിരുന്നു, വാക്കുകൾ മയക്കമുള്ളതായിരുന്നു. നെല്ലിക്ക് അവനോട് അടുപ്പമായി. എന്നാൽ ജാക്ക് ഒരു ഉറച്ച അടിത്തറയില്ലാത്ത മനുഷ്യനായിരുന്നു. അവന്റെ ജീവിതം അലഞ്ഞു തിരിയുന്നതും സ്വാർത്ഥത നിറഞ്ഞതുമായിരുന്നു. നെല്ലിയുടെ നിർമ്മലമായ വിശ്വാസം അവന് വെറും കുട്ടിക്കളിയായിരുന്നു. കാലം കടന്നുപോയപ്പോൾ നെല്ലിയുടെ ജീവിതം പതുക്കെ വഴിമുട്ടി തുടങ്ങി. അവൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഒരിക്കൽ ശാന്തമായിരുന്ന അവളുടെ മനസ്സിപ്പോൾ ആശയക്കുഴപ്പത്തിലും വേദനയിലും മുങ്ങിയിരിക്കുകയാണ്. ജാക്കിന്റെ ജീവിതവും ഇടിഞ്ഞു വീണു. തെറ്റുകളും നിരാശയും ഒടുവിൽ ആത്മഹത്യ എന്ന ഭീകര തീരുമാനത്തിലേക്ക് അവനെ നയിച്ചു. ആ സംഭവത്തിന്റെ ആഘാതം നെല്ലിയുടെ ആത്മാവിനെ പിടിച്ചു കുലുക്കി. നഗരത്തിന്റെ പ്രകാശങ്ങൾ ഇപ്പോൾ അവൾക്ക് ഇരുണ്ടതുപോലെ തോന്നി. അവൾ വിട്ടുപോയ ഗ്രാമത്തിലെ ലളിതമായ ജീവിതവും ഇംഗബോർഗയുടെ സ്നേഹവുമാണ് യാഥാർത്ഥ്യമെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ഒടുവിൽ ഒരു നിശബ്ദമായ രാത്രിയിൽ നെല്ലി തിരികെ പോകാൻ തീരുമാനിച്ചു, ഗ്രാമത്തിലേക്ക്. അവിടെ എത്തുമ്പോൾ അവൾ പഴയതുപോലെ തന്നെ അല്ലായിരുന്നു. അനുഭവങ്ങൾ അവളെ മാറ്റിയിരുന്നു. എന്നാൽ ഇംഗബോർഗയുടെ സ്നേഹം അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. ആ നിമിഷത്തിൽ നെല്ലി ഒരു പുതിയ ജീവിതം അനുഭവിക്കുകയായിരുന്നു. തെറ്റുകൾക്കപ്പുറം, വേദനകൾക്കപ്പുറം ഒരു തിരിച്ചറിവിന്റെ പ്രകാശത്തോടെ അവൾ പുതിയ ജീവിതം ആരംഭിക്കുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. സാമ്പത്തികമായി വലിയ വിജയമല്ലായിരുന്നു ചിത്രം എന്ന് മാത്രമല്ല, പ്രേക്ഷകരുടെ പ്രതികരണവും നിരൂപകരുടെ പ്രതികരണവും സമ്മിശ്രമായിരുന്നു. പ്രധാന ആക്ഷേപം ചിത്രത്തിലെ അതിനാടകീയത തന്നെയായിരുന്നു. 1946ലെ ആദ്യ സിനിമയ്ക്ക് ശേഷം 9 വർഷത്തോളം ബർഗ്മാൻ ചില ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും അവയൊന്നും ശ്രദ്ധേയമായ ചിത്രങ്ങളായി മാറാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിജയ ചിത്രം അനിവാര്യമായിരുന്നു. അങ്ങനെ 1955 റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽ സ്മൈൽസ് ഓഫ് എ സമ്മർ നൈറ്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തോടെ ബർഗ്മാൻ ശക്തമായി തിരിച്ചു വന്നു. ഫ്രെഡറിക് ഇഗർമാൻ എന്ന ഒരു മധ്യവയസ്കനായ അഭിഭാഷകൻ തന്റെ ഭാര്യ ആനോടൊപ്പം ജീവിക്കുന്നു. ആൻ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ശരിയായി മുന്നോട്ട് പോകുന്നില്ല. ഫ്രെഡറിക്കിന്റെ മകൻ ഹെൻറിക് ഇവരോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ ഹെൻറിക് രഹസ്യമായി ആനിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം ഫ്രെഡറിക് തന്റെ പഴയ പ്രണയിനിയായ ഡെസിരി ആംഫീൽഡിനെ വീണ്ടും കാണുന്നു. ഡെസിരി ഇപ്പോൾ ഒരു നടിയാണ്. അവൾക്ക് ഫ്രെഡറിക്കിനോട് ഇപ്പോഴും മനസ്സിൽ ഒരു അടുപ്പമുണ്ട്.
ഒരു ദിവസം ദസ്രി എല്ലാവരെയും തന്റെ അമ്മയുടെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് ഒരു വാരാന്ത്യത്തിനായി ക്ഷണിക്കുന്നു. അവിടെ ഫ്രെഡറിക്കും ആനും ഹെൻറിക്കും എത്തുന്നു. ദസ്രിയുടെ ഇപ്പോഴത്തെ അടുപ്പക്കാരനായ കൗൺ മാൽക്കോമും അവന്റെ ഭാര്യ ചാർലറ്റും അവിടെ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം എല്ലാവരുടെയും ബന്ധങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹെൻറിക്കും ആനും തമ്മിലുള്ള സ്നേഹം ശക്തമാകുന്നു. കൗൺ മാൽക്കോം ഫ്രെഡറിക്കിനോട് അസൂയപ്പെടുന്നു. ഷാർലറ്റും മറ്റു ആളുകളോടുള്ള ആകർഷണം തോന്നുന്നു. ഇത് കാരണം അവിടെ ചില പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നു. കൗൺ മാൽക്കോം ഫ്രെഡറിക്കിനെ ഡ്യുവൽ വെടിവെപ്പ് മത്സരത്തിന് വെല്ലുവിളിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ ശാന്തമാകുന്നു. എല്ലാവരും അവരുടെ യഥാർത്ഥ വികാരങ്ങൾ തിരിച്ചറിയുന്നു. ഒടുവിൽ ഹെൻറിക്കിനോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. ഫ്രെഡറിക് തന്റെ പഴയ പ്രണയിനിയായ ദസ്രിയുമായി വീണ്ടും ഒന്നിക്കുന്നു. കൗണ്ടും ഷാർലറ്റും അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ അവസാനം എല്ലാവരും തങ്ങൾക്ക് ശരിയായ ആളുകളെ കണ്ടെത്തുന്നതോടെ ചിത്രം അവസാനിക്കുന്നു. മനുഷ്യ മനസ്സുകളുടെ വികാര വിചാരങ്ങൾ തികച്ചും ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ച ചിത്രം സ്മൈൽസ് ഓഫ് എ സമ്മർ നൈറ്റ് എന്ന വലിയ വിജയത്തിന് ശേഷം ഇംഗ്മാർ ബർഗ്മാൻ സംവിധാനം ചെയ്ത അടുത്ത പ്രധാന വിജയ ചിത്രം ദ സെവൻത് സീൽ ആയിരുന്നു. 1957 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മരണവുമായി ചെസ് കളിക്കുന്ന ഒരു മധ്യകാല നായകന്റെ കഥ പറയുന്ന ഈ സിനിമ ബർഗ്മാനെ ലോക സിനിമയിലെ മഹാനായ സംവിധായകരുടെ നിരയിലേക്ക് ഉയർത്തി. ജീവിതത്തിന്റെ അർത്ഥം, ദൈവത്തിന്റെ നിശബ്ദത, മരണം, വിശ്വാസം തുടങ്ങിയ വലിയ തത്വചിന്താപരമായ വിഷയങ്ങളാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യൻ മരണത്തോടും ദൈവത്തോടും ജീവിതത്തിന്റെ അർത്ഥത്തോടും തന്നെ നടത്തുന്ന പോരാട്ടമാണ് ഈ ചിത്രം. കടൽ തീരത്ത് ആന്റോണിയോസ് ബ്ലോക്ക് ഉറക്കമുണരുന്നു. നീണ്ട യുദ്ധങ്ങൾക്ക് ശേഷം ക്ഷീണിച്ച മനസ്സോടെ അവൻ ആകാശത്തെയും കടലിനെയും നോക്കിക്കിടക്കുകയാണ്. സമീപത്ത് അനുചരൻ ജോൺസുമുണ്ട്. അന്തരീക്ഷം മുഴുവൻ ശൂന്യതയും നിശബ്ദതയും നിറഞ്ഞതാണ്. ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ദൃശ്യങ്ങളിൽ ഒന്നായാണ് ഈ രംഗം ഇന്നും കണക്കാക്കപ്പെടുന്നത്. പെട്ടെന്ന് ബ്ലോക്ക് തന്റെ മുന്നിൽ ഒരു വിചിത്ര മനുഷ്യനെ കണ്ടു. വെളുത്ത മുഖം, കറുത്ത വസ്ത്രം, ശാന്തമായ കണ്ണുകൾ. ഞാൻ മരണം, ആ മനുഷ്യൻ പറഞ്ഞു. ബ്ലോക്ക് പേടിച്ചില്ല. പകരം അവൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നോടൊപ്പം ഒരു ചെസ് കളിക്കാമോ? മരണം സമ്മതിച്ചു. കറുപ്പും വെള്ളയും നിറമുള്ള ചെസ് ബോർഡ് തുറന്നു. കളി തുടങ്ങി. ഓരോ നീക്കത്തിനിടയിലും ബ്ലോക്കും മരണവും ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു, ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു, മനുഷ്യന്റെ ഭയത്തെക്കുറിച്ച് സംസാരിച്ചു. ബ്ലോക്ക് സമയം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവന് ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. യാത്ര തുടർന്നു. അവൻ പ്ലേഗ് പടർന്ന ഗ്രാമങ്ങൾ കണ്ടു. വഴികളിൽ മൃതദേഹങ്ങൾ കിടക്കുന്നത് കണ്ടു. സ്വന്തം പാപങ്ങൾക്കായി ശരീരം ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന മതവിശ്വാസികളുടെ ഘോഷയാത്രകൾ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭയം, മരണം. ഒരു ദിവസം അവൻ ഒരു നാടോടി കലാകാര ദമ്പതികളെ കണ്ടുമുട്ടി. ജോഫ് എന്നും മിയ എന്നും പേരുള്ള അവർ അവരുടെ കുഞ്ഞിനൊപ്പം ചെറിയ സന്തോഷങ്ങളോടെ ജീവിക്കുകയായിരുന്നു. ലോകം തകർന്നു പോകുമ്പോഴും അവർ ചിരിക്കാൻ മറന്നിരുന്നില്ല. മിയ ബ്ലോക്കിനെ കാട്ടിൽ വെച്ച് പാലും കാട്ടു സ്ട്രോബറിയും നൽകി. അവൻ അത് കഴിക്കുമ്പോൾ വളരെ നാളുകൾക്ക് ശേഷം തന്റെ ഉള്ളിൽ സമാധാനം അനുഭവിച്ചു. ആ നിമിഷം ചെറുതായിരുന്നു, പക്ഷെ യഥാർത്ഥമായിരുന്നു. അവിടെ നിന്നാണ് ബ്ലോക്കിന് ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ജീവിതത്തിന്റെ അർത്ഥം വലിയ ഉത്തരങ്ങളിലൊന്നുമല്ല ഇരിക്കുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ സ്നേഹ നിമിഷങ്ങളിലാകാം. അതേസമയം ചെസ് കളി തുടരുകയായിരുന്നു. മരണം എപ്പോഴും അടുത്തിരുന്നു. അവസാനമായി ബ്ലോക്ക് മനസ്സിലാക്കി താൻ കളിയിൽ തോൽക്കുമെന്ന്. പക്ഷെ അതിനു മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ മരണത്തിന്റെ ശ്രദ്ധ തിരിച്ച് ജോഫിനെയും മിയയെയും അവരുടെ കുഞ്ഞിനെയും രക്ഷപ്പെടാൻ സഹായിച്ചു. പിന്നീട് ബ്ലോക്കും കൂടെയുള്ളവരും ഒരു പഴയ വീട്ടിൽ ഒത്തുകൂടി. പുറത്ത് കൊടുങ്കാറ്റ് വീശി. അപ്പോൾ മരണമെത്തി. ഓരോരുത്തരെയായി എല്ലാവരെയും അത് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം ദൂരെയുള്ള മലമുകളിലൂടെ ജോഫ് ഒരു കാഴ്ച കണ്ടു. കൈകോർത്തു നിൽക്കുന്ന മനുഷ്യരുടെ നീണ്ട നിര. അവരുടെ മുന്നിൽ മരണം. ആകാശത്തിനടിയിൽ അവർ ഒരു വിചിത്ര നൃത്തം ചെയ്ത് അകലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്റോണിയോസ് ബ്ലോക്ക് സിനിമ മുഴുവൻ ദൈവത്തെ അന്വേഷിക്കുകയാണ്. യുദ്ധവും മരണവും ദുരിതവും കണ്ട ശേഷം അവന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം മിണ്ടുന്നില്ലെന്ന് അവൻ അനുഭവിച്ചറിയുന്നു. എന്നാൽ അവസാനം അവന് വലിയ ദൈവിക ഉത്തരമൊന്നും ലഭിക്കുന്നില്ല. എങ്കിലും സിനിമ പൂർണ്ണമായ നിരാശയിൽ അവസാനിക്കുന്നുമില്ല. കാരണം ബ്ലോക്ക് അവസാന നിമിഷത്തിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു. ജോഫിനെയും മിയയെയും അവരുടെ കുഞ്ഞിനെയും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അതിലൂടെ ബർഗ്മാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ അർത്ഥം എല്ലായ്പ്പോഴും വലിയ തത്വചിന്താപരമായ ഉത്തരങ്ങളിലാകണമെന്നില്ല. മനുഷ്യർക്കിടയിലെ സ്നേഹം, കരുണ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നിവയ്ക്കാണ് യഥാർത്ഥ വില. ദൈവത്തെക്കുറിച്ച് ഉറച്ച ഉത്തരമില്ലെങ്കിലും മനുഷ്യൻ നല്ലത് ചെയ്യാൻ സാധിക്കും. മരണം അനിവാര്യമാണെങ്കിലും
അതിനു മുമ്പുള്ള ജീവിത നിമിഷങ്ങൾ വിലപ്പെട്ടവയാണ്. ദ സെവൻത് സീലിന് ശേഷം ഇംഗ്ബാർ ബർഗ്മാന്റെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് വൈൽഡ് സ്ട്രോബറീസ് ആണ്. വിസ്മയകരമായ കാര്യം എന്തെന്നാൽ ഈ രണ്ട് മഹത്തായ ചിത്രങ്ങളും ഒരേ വർഷമായ 1957 പുറത്തിറങ്ങുന്നത്. വൈൽഡ് സ്ട്രോബറീസ് ഒരു വയോധിക പ്രൊഫസറുടെ ആത്മപരിശോധനാപരമായ യാത്രയെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ജീവിതാവസാനത്തിലേക്ക് നീങ്ങുന്ന ഒരാൾ തന്റെ പഴയ ഓർമ്മകളും തെറ്റുകളും ഏകാന്തതയും മരണഭയവും നേരിടുന്ന കഥ. പുലർച്ചയുടെ തണുത്ത വെളിച്ചത്തിൽ ഒരു വയോധികൻ കണ്ണു തുറക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇസാക് ബോർഗ്. വർഷങ്ങളോളം പ്രശസ്തനായ ഡോക്ടറായും പ്രൊഫസറായും ജീവിച്ച ഒരാൾ. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു. പക്ഷെ ആ ബഹുമതിയുടെ അടിയിലെല്ലാം ഒരു വലിയ ഏകാന്തത ഒളിഞ്ഞിരുന്നിരുന്നു. ആ രാത്രി അദ്ദേഹം ഒരു വിചിത്ര സ്വപ്നം കണ്ടിരുന്നു. ശൂന്യമായ തെരുവുകൾ, ചുമരുകളിൽ സമയം കാണിക്കാത്ത ഘടികാരങ്ങൾ, വഴിയിലൂടെ നീങ്ങുന്ന കുതിരവണ്ടി. പെട്ടെന്ന് വണ്ടി മറിഞ്ഞ് ഒരു ശവപ്പെട്ടി നിലത്ത് വീണു. അതിന്റെ മൂടി തുറന്നു. അകത്ത് കിടന്നിരുന്ന ആ മൃതദേഹം തന്റെ കൈ പിടിച്ച് വലിച്ചു. ഇസാക്ക് ഭയന്ന് ഉറക്കമുണർന്നു. മരണമാണ് തന്റെ അടുത്തേക്ക് വരുന്നതെന്ന് അയാൾക്ക് തോന്നി. അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ബഹുമതി സ്വീകരിക്കാൻ ദൂരെയുള്ള സർവകലാശാലയിലേക്ക് യാത്ര പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. സാധാരണ വിമാനത്തിൽ പോകേണ്ട യാത്ര ഇത്തവണ അദ്ദേഹം കാർ യാത്രയാക്കാൻ തീരുമാനിച്ചു. കൂടെ മരുമകൾ മറിയാനും ഉണ്ടായിരുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇരുവരും തമ്മിൽ അസ്വസ്ഥമായ നിശബ്ദതയായിരുന്നു. മരിയാൻ തന്റെ ഭർത്താവിനോടും ജീവിതത്തോടും അസന്തോഷത്തിലായിരുന്നു. ഇസാക്കിനും തന്റെ മകനുമായുള്ള ബന്ധം വർഷങ്ങളായി തണുത്തുപോയിരുന്നു. കാർ പഴയ വഴികളിലൂടെ മുന്നേറുമ്പോൾ ഇസാക്കിന്റെ മനസ്സ് ഓർമ്മകളിലേക്ക് തിരിഞ്ഞുപോയി. അവൻ ബാല്യകാല വേനൽക്കാലങ്ങൾ ചെലവഴിച്ച പഴയ വീട്ടിലെത്തി. അവിടെ കാട്ടിനുള്ളിൽ വളരുന്ന വൈൽഡ് സ്ട്രോബറീസ് ചെടികൾ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ വർഷങ്ങൾ പിന്മാറി. യുവാവായിരുന്ന കാലം അയാൾക്ക് വീണ്ടും കാണാനായി. ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്ന തന്റെ ബന്ധുവായ സാറയെ കണ്ടു. ഒരിക്കൽ സാറയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. പക്ഷെ തന്റെ മടിയും തണുത്ത സ്വഭാവവും കാരണം ആ സ്നേഹം നഷ്ടപ്പെട്ടു. സാറ പിന്നീട് ഇസാക്കിന്റെ സഹോദരനെയാണ് വിവാഹം ചെയ്തത്. ആ ഓർമ്മ ഇസാക്കിന്റെ ഉള്ളിൽ ഒരു വേദനയായി തിരിച്ചു വന്നു. ജീവിതത്തിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം സ്നേഹമായിരുന്നു. യാത്ര തുടരുന്നതിനിടെ വഴിയിൽ ചില യുവാക്കളെ അവർ കാറിൽ കയറ്റി. അവരിൽ ഒരാളുടെ പേരും സാരയായിരുന്നു. ആ പെൺകുട്ടിയുടെ ചിരിയും ജീവനുള്ള സ്വഭാവവും ഇസാക്കിന്റെ മരിച്ചുപോയ മനസ്സിലേക്ക് ചെറിയൊരു വെളിച്ചം കൊണ്ടുവന്നു. പിന്നീട് ഒരു ദമ്പതികളെയും അവർ കണ്ടുമുട്ടി. അവർ നിരന്തരം വഴക്കിടുകയും പരസ്പരം അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരെ കണ്ടപ്പോൾ മനുഷ്യബന്ധങ്ങൾ എങ്ങനെ വെറുപ്പിലേക്കും ഏകാന്തതയിലേക്കും തകർന്നു പോകുന്നു എന്ന് ഇസ്ഹാക്ക് മനസ്സിലാക്കി. യാത്രക്കിടയിൽ ഇസ്ഹാക്കിന് വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ ഉണ്ടായി. ഒരു സ്വപ്നത്തിൽ അദ്ദേഹം ഒരു പരീക്ഷ എഴുതാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നിനും ഉത്തരം അറിയില്ല. അവസാനം ആരോ പറഞ്ഞു, നിങ്ങളുടെ കുറ്റം കരുണയില്ലായ്മയാണ്, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചില്ല. ആ വാക്കുകൾ ഇസ്ഹാക്കിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. വൈകുന്നേരത്തോടെ അദ്ദേഹം സർവകലാശാലയിലെത്തി. എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു. പുരസ്കാരവും ബഹുമതിയും നൽകി. പക്ഷെ ആ ചടങ്ങിനേക്കാൾ വലിയൊരു കാര്യം ഇതിനകം സംഭവിച്ചിരുന്നു. തന്റെ ജീവിതത്തിന്റെ ശൂന്യത അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവസാന സ്വപ്നത്തിൽ അദ്ദേഹം തന്റെ ബാല്യകാല തടാക തീരത്ത് മാതാപിതാക്കളെ കണ്ടു. സൂര്യപ്രകാശം വെള്ളത്തിൽ തിളങ്ങുകയായിരുന്നു. അവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചു. ആ കാഴ്ച നോക്കിക്കൊണ്ട് ഇസാക്ക് പതുക്കെ കണ്ണുകൾ അടച്ചു. ആദ്യമായി മരണം അദ്ദേഹത്തിന് ഭയമായി തോന്നിയില്ല. ജീവിതത്തിലെ മധുര സ്മരണകളാണ് മരണഭയം അകറ്റുന്നതെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ച് അവസാനിക്കുന്ന മനോഹരമായ ചിത്രം. 1966 ബർഗ്മാൻ പുറത്തിറക്കിയ മറ്റൊരു മനോഹര ചിത്രമാണ് പെർസോണ. ഏകാന്തതയും ആത്മസംഘർഷങ്ങളും പ്രമേയമാക്കി ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സൈക്കോളജിക്കൽ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പെർസോണ. സംസാരശേഷി നഷ്ടപ്പെട്ട നാടക നടിയായ എലിസബത്ത് ബ്ലോഗറും അവളെ പരിചരിക്കാൻ എത്തുന്ന ആത്മയും തമ്മിലുള്ള ഇടപെടലാണ് ചിത്രം. എലിസബത്ത് സംസാരിക്കുന്നില്ലെങ്കിലും ആത്മയെ അവൾ നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പതിയെ അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ കലരുന്നതും ആരാണ് യഥാർത്ഥമെന്ന് തിരിച്ചറിയാൻ പ്രേക്ഷകന് കഴിയാത്ത അവസ്ഥയിലുമാണ് ചിത്രം അവസാനിക്കുന്നത്. മനുഷ്യബന്ധങ്ങളിലെ നിസ്സംഗതയെ കുറിച്ചുള്ള ബർഗ്മാന്റെ മറ്റൊരു മനോഹര ചിത്രമാണ് ക്രൈസ് ആൻഡ് വിസ്പർ. മരണം കാത്തുകിടക്കുന്ന ആഗ്നസ് എന്ന സ്ത്രീയെ കാണാനെത്തുന്ന സഹോദരിമാരായ കാരിനും മരിയയും. കാരിന്റെയും മരിയയുടെയും ഇടയിൽ സ്നേഹമില്ല, മറിച്ച് ഉള്ളിൽ വെറുപ്പാണ്. എന്നാൽ ആഗ്നസിന്റെ വീട്ടുജോലിക്കാരി അന്നയാണ് ആഗ്നസിന്റെ വേദനയിൽ അവൾക്ക് ആശ്വാസം. കുടുംബ ബന്ധങ്ങളുടെ ശൂന്യത തുറന്നു കാട്ടുന്ന ബർഗ്മാന്റെ മറ്റൊരു മനോഹര ചിത്രം. 4 ഓസ്കാർ അവാർഡുകൾ നേടി 1982 പുറത്തിറങ്ങിയ ബർഗ്മാന്റെ മറ്റൊരു മനോഹര ചിത്രമാണ് ഫന്നി ആൻഡ് അലക്സാണ്ടർ.
ഫനിയും അലക്സാണ്ടറും സന്തോഷഭരിതമായ ഒരു നാടക കുടുംബത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ അവരുടെ പിതാവ് മരിച്ചതിന് ശേഷം അമ്മ ഒരു കഠിന സ്വഭാവക്കാരനായ ബിഷപ്പിനെ വിവാഹം ചെയ്യുന്നു. കുട്ടികളുടെ ജീവിതം പെട്ടെന്ന് ഇരുണ്ടതും ഭയാനകവുമായി മാറുന്നു. സന്തോഷവും കലയും നിറഞ്ഞ ലോകത്തിൽ നിന്ന് മതനിയന്ത്രണവും ഭീതിയും നിറഞ്ഞ ലോകത്തിലേക്ക് അവർ തള്ളപ്പെടുന്നു. അലക്സാണ്ടർ തന്റെ കൽപ്പനകളും സ്വപ്നങ്ങളും ഉപയോഗിച്ച് ആ ഭീകര യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. സിനിമ പറയുന്നത് ബാല്യവും ഓർമ്മകളും കലയും മതവും തമ്മിലുള്ള സംഘർഷങ്ങളാണ്. ബെർഗ്മാന്റെ ഏറ്റവും വ്യക്തിപരവും വികാരപരവുമായ കൃതിയായി ഇതിനെ പലരും കണക്കാക്കപ്പെടുന്നു. ബെർഗ്മാന്റെ ചിത്രങ്ങളും അവയുടെ മഹത്വവും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 2007 ജൂലൈ 30-നാണ് ബെർഗ്മാൻ അന്തരിച്ചത്. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. സ്വീഡനിലെ ഫോറോ ദ്വീപിലെ സ്വന്തം വീട്ടിലായിരുന്നു അദ്ദേഹം മരിച്ചത്. അതേ ദിവസമാണ് മറ്റൊരു ലോക പ്രശസ്ത സംവിധായകനായ മൈക്കൽ ആഞ്ചലോ അന്റോണിയോണിയും അന്തരിച്ചത്. അത് വളരെ സാദൃശ്യമുള്ളതാണ്. സിനിമാ ലോകം ഏറെ ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു ബെർഗ്മാന്റെ മരണശേഷം. ലോക സിനിമ അദ്ദേഹത്തിന് നൽകിയ ആദരങ്ങൾ വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ മനുഷ്യന്റെ ഭയം, ഏകാന്തത, വിശ്വാസം, സ്നേഹം, മരണം എന്നിവയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ആ ചലച്ചിത്ര പ്രതിഭയ്ക്ക് അഭിവാദ്യങ്ങൾ.